പ്രശാന്തിന്റെ വീടും മുഴുവനായിട്ട് പോയി. മുഴുവൻ വീടും സ്ഥലമൊക്കെ പോയി, എല്ലാം പോയി. പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം ജന്മം തന്നെ പറയണം. എന്താ വെച്ചാൽ ഒരു സെക്കൻഡും കൂടി ഇതാണ് ഞങ്ങളെല്ലാം പോയിന്നോ. ഞങ്ങളൊരു 5-6 ആൾക്കാർ ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഈ 3-4 ദിവസം മഴ ഇങ്ങനെ പെയ്തപ്പോൾ മാറാൻ പറഞ്ഞിരുന്നില്ലേ ആൾക്കാർ? അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അത് അവിടെ വന്നില്ല. വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറെ ആൾക്കാർ മാറിയിരുന്നു. പക്ഷെ അങ്ങനെ അവിടെ പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ ഇപ്പൊ ഈ വന്ന ഈ മരണങ്ങൾ കുറയുമായിരുന്നു. ഇത്രയൊന്നും വരില്ല. അവിടെ ഇപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ ആ മേലിന്ന് ഇങ്ങോട്ട് ഒരു പാലുണ്ട്, അതിന്റെ മേലേക്ക് പിന്നെ ഒരു ഫാറ്റൊക്കെ ഉണ്ട്. ആ ഫാറ്റിന്റെ ആ വളവിന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ ഏകദേശം വീടുകൾ പോയിട്ടുണ്ട്. ശരാശരി ഇപ്പൊ അവിടുത്തെ വീട് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല, പറയാൻ പറ്റില്ല. പക്ഷെ മേലിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീടുകളൊക്കെ പോയിട്ടുണ്ട്. ആ ഫാറ്റയും ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് ആ വെള്ളാരങ്കല്ല് എന്ന് പറയുന്നൊരു അറിയപ്പെടുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ അവിടെ ഒരു 3-4 പാടിയിലുള്ള ആൾക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ പാലത്തിന് പിന്നെ അമ്പലത്തിൻ്റെ അവിടെ ഉള്ള പാലത്തിനവിടെ നിൽക്കുന്നുണ്ട്. ആ പാലം പൊട്ടിയതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയെന്നാണ് പറഞ്ഞു കേട്ട്. സിറാജ് വെള്ളാർമല സ്കൂളിന്റെ 3-4ാമത്തെ വീടാണ്. രാത്രി ഒരു 1:30 മണിയായപ്പോൾ 1:15 കുറഞ്ഞ വെള്ളം വരുന്നത്. പൊതുവെ വീട്ടിൻ്റെ ചുറ്റുപരിശത്തൊക്കെ വെള്ളം ഉറവുണ്ടാകും. അപ്പോൾ ഒരു 1:15 ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു വെള്ളം വരുന്നുണ്ട്, എണീറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ നീച്ച് നോക്കുമ്പോൾ ഏകദേശം താഴത്തെ 2 സ്റ്റെപ്പായിട്ടാണ് വെള്ളം. ആ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ ഷൂവും ചെരുപ്പും മക്കളെ ചെരുപ്പൊക്കെ എടുത്ത് മുകളിലേക്ക് വെച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭയങ്കര ശബ്ദം കേട്ടൊക്കെ എന്താക്കി ഞാൻ നീറ്റ്. അപ്പോൾ പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ തള്ളാൻ വേണ്ടി തുടങ്ങി, വെള്ളം വന്ന് ചെറുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ അടുത്താണുള്ളത്. ഞങ്ങൾക്ക് ഒരു പറമ്പിലാണ് 3 വീടായി വെച്ചേക്കാണ്. അപ്പോൾ പിന്നെ ഇപ്പം വിളിക്കുന്നുണ്ട് മുകളിൽ. പക്ഷേ ഞങ്ങൾക്ക് എന്താക്കാനില്ല, പുറത്തേക്ക് ഇറങ്ങാനില്ല. ഫുള്ള് വെള്ളം, ചുമര് ചുറ്റും വെള്ളമായി. പിന്നെ വാതിൽ 2 ഭാഗത്തുനിന്നും വാതിൽ തുറക്കാൻ കഴിയുന്നില്ല, ഫുള്ള് വെള്ളം അകത്തേക്ക് വരാണല്ലോ. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ച് ശാന്തമായി. അപ്പോഴത്തേക്ക് എന്താക്കി ചെറിയ മോളെ ഇവിടെ കൊടുത്ത് മൂത്ത മോളെ ഞാൻ എടുത്തിട്ട് എന്താക്കി ഇവൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് മുകളിലാണ്. അപ്പോൾ അവർ കുറച്ച് മുമ്പേ തന്നെ പറയേണ്ടത് ഇനി പൊട്ടും, നമുക്ക് പോകാൻ വലിയ ജാസ്റ്റിന് അപ്പം ആയിട്ടില്ല, കുറച്ച് കയറും. ഇപ്പോൾ വെള്ളം നിന്നല്ലോ, സമാധാനം ഉണ്ടല്ലോ. ആ അപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ ഒക്കെ അപ്പം തന്നെ തിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കിണർ മൊത്തം ഇടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ മേലെ കയറി കഴിഞ്ഞപ്പോൾ എന്താക്കി ഇവർ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര ശബ്ദം, എന്താ ആകെ ഒരു എന്താ പറയുക പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട്. അപ്പോൾ എന്താക്കി ഞങ്ങൾ പറമ്പിലേക്ക് കയറി, കുറച്ച് ഉയരത്തിലുള്ളത്. അപ്പോൾ അവിടെയും സേഫ്റ്റി അല്ലേ എന്ന് തോന്നിയപ്പോൾ എന്താക്കി ഇപ്പോൾ നമ്മൾ അടുത്തുള്ള 2-3 അയൽവാസികളുണ്ടായിരുന്നു. അവരൊക്കെ വിളിച്ചു വരുത്തി നിന്ന് 2:30 മണിയായി 3 മണിയായപ്പോൾ എന്തൊക്കെ അടുത്ത വെള്ളം വന്ന്. പിന്നെ ആ സമയം മുതൽ മൊത്തം പോയി. ആ സമയം മുതൽ 3 ആ പരിസരം മൊത്തം പോയി. ഇവരൊക്കെ ഞങ്ങൾ അയൽവാസികളാണ്, മൊത്തം പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താക്കും വിശാലമായിട്ടൊരു സ്ഥലം ഇങ്ങനെ കാണാം, ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ പിന്നെ എന്താക്കി ഞങ്ങൾ പിന്നെ മേലെ കയറി രാവിലെ വെളിച്ചം വെക്കുക, കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, കാരണം അവിടെ ആനുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോൾ എന്താക്കി ചെറിയ മക്കളാണല്ലോ, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെളിച്ചം വരുന്നവരെ വെളിച്ചം വന്നിട്ട് എന്താക്കി പിന്നെ കുറേ പറമ്പിലൂടെ ഇറങ്ങിപ്പോയി ജീപ്പിൽ എന്താക്കി താൽക്കാലികം ഞങ്ങൾ പിന്നെ ക്രിസ്ത്യമ്പള്ളി പോയി. അവിടെ പോയിരുന്ന് പിന്നെ എല്ലാവരും കയറ്റി വിട്ടിട്ട് വെച്ചാൽ നമ്മൾ വീടുണ്ടല്ലോ അവിടെ പോയി നോക്കണം. അവിടെ പോയി നോക്കുമ്പോൾ വീടൊക്കെ പോയിട്ടുണ്ട്, ഒന്നുമില്ല, വെറും തറ മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ദിവിഷേ, അങ്ങനെ പ്രാണൻ കയ്യിൽ പിടിച്ച് വന്നവരാണ് ഇവർ. എല്ലാം അവിടെയായിരുന്നു. ആ വെള്ളാർമലയുള്ള ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ, ചൂരൽമലയോട് ചേർന്ന് ചൂരൽമലയിലെ ആ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവർ. മുണ്ടക്കയിലെ കാര്യങ്ങൾ ഇപ്പോഴും ഇവർക്ക് അറിഞ്ഞുകൂടാ. നമുക്കും അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നതിനപ്പുറത്ത് കൃത്യമായ വിവരങ്ങൾ എന്ത് എന്നതിനെ പറ്റിയൊന്നും ധാരണയില്ല. 230 പേരാണ് മേപ്പാടി സ്കൂളിൽ ഇപ്പോഴുള്ളത്. ഈ ക്യാമ്പിൽ നിന്ന് ഇനി ഇവർക്ക് ചെന്നെത്തേണ്ടുന്നത് എങ്ങോട്ട്, വലിയ അനിശ്ചിതത്വങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഈ വിഷയം ശരിക്കും പുത്തുമലയുടെ ദുരന്തം കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നിട്ടുള്ളതാണ്. എനിക്ക് ആ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിൽ കണ്ടതിനേക്കാളും സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ്, മുഖങ്ങളാണ് ഇവിടെ കാണുന്നത്.